ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ മനസ്സിൽ കരുതുന്ന ആ ഒരു വ്യക്തിയുടെയും ഇടയിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അവരുടെ കറണ്ട് എനർജീസ് എന്താണ്, എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയെ വളരെ നല്ല ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരുന്നത്. അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരുന്നത്. ഇത് ആര് വേണമെങ്കിലും ആകാം, അതായത് റൊമാൻറ്റിക് തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആകാം. നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതിയ ഈ ഒരു വ്യക്തിക്കും ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ വന്ന ഏതൊരു വ്യക്തിയുമാകാം, അതായത് തേർഡ് പാർട്ടി ആയിട്ട് വന്ന ഏതൊരു വ്യക്തിയുമാകാം. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയായിരുന്നു. പാസ്റ്റിൽ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ചിന്തയായിരുന്നു, അതായത് അവർ വളരെ നല്ലതാണ് എന്നുള്ളത്. നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചും പാസ്റ്റിൽ ഈ ഒരു തേർഡ് പാർട്ടി നല്ലതൊക്കെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. പോസിറ്റീവായിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് തോന്നിയത്, എനിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിന്നാൽ മതി, അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു. പ്രത്യേകിച്ചും റൊമാൻറ്റിക് തേർഡ് പാർട്ടിയുടെ കേസിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികമായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നതായിട്ട് കാണാം. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഈവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും അത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സണോട് പറയുവാണെങ്കിൽ അതുപോലും തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നു. എന്നാൽ തേർഡ് പാർട്ടി പറയുന്നതെല്ലാം ശരിയായും തേർഡ് പാർട്ടി ചെയ്യുന്നതെല്ലാം ശരിയായുമായിരുന്നു നിങ്ങളുടെ പേഴ്സണ് തോന്നിയിരുന്നത്. അതായത് നിങ്ങളെ എല്ലാ രീതിയിലും തെറ്റായിട്ടും തേർഡ് പാർട്ടിയെ എല്ലാ രീതിയിലും ശരിയായിട്ടുമായിരുന്നു നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് തോന്നിയിരുന്നത്. ഫാമിലിയുടെ കാര്യവും ഇതേ രീതിയിൽ തന്നെ, അതായത് അവർ അവരുടെ ഫാമിലിയെ എല്ലാത്തിനും മുകളിലായിട്ട് വെച്ചു. അതായത് അവരുടെ വാക്കുകൾ മാത്രം കേട്ടു. നിങ്ങളെ പൂർണ്ണമായിട്ടും, ചില കേസിലൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇവരുടെ വാക്ക് കേട്ട് ഒഴിവാക്കുകയും ചെയ്തു. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ പോലും ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാതെ ഇരുന്നിട്ടുണ്ട്. അതായത് പാസ്റ്റിൽ എന്ത് തന്നെ നടന്നതായാലും നിങ്ങളുടെ പാർട്ട്ണറിന് വളരെ ഹെവി ആയിട്ട് അതിൻ്റെ ആ ഒരു കർമ്മ നേരിടേണ്ടി വരുന്നതായിട്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു റീഡിംഗ് കാണുന്ന ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ബന്ധങ്ങളിൽ ഒരു വലിയ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരാനിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ലെവലിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള, തേർഡ് പാർട്ടി വന്നിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നതായിട്ട് കാണാം. ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്, വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം പറയുന്നു, എന്നാൽ അതേ കാര്യത്തിൽ തന്നെ തേർഡ് പാർട്ടിക്കുള്ള അഭിപ്രായം വേറെയാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അതിനെ ചൊല്ലി എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആൾക്കാരുടെ കേസിലൊക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആയിപ്പോയതായിട്ട് കാണാം. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, ഒരു വ്യക്തി, ഏതോ ഒരു വ്യക്തി, അത് മെയിലാവാം ഫീമെയിൽ ആകാം, ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യവും സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണോട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയും സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യവും സംസാരിക്കുന്നതായിട്ട് കാണാം. അതായത് ഒരു മെസ്സഞ്ചറിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ചില കേസിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയെന്ന് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇടയിൽ നിന്നൊരു മെസ്സഞ്ചറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാം. അതായത് തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ, തേർഡ് പാർട്ടി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോടും
നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ തേർഡ് പാർട്ടിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഒരു കാർമിക് സൈക്കിൾ, ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു കാർമിക് സൈക്കിൾ ഓൾറെഡി അവിടെ അവസാനിച്ച് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം വാശിയും ഈഗോയും പിടിവാശിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതായത് ഒന്നിനും വഴങ്ങാത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവർ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇൻ കേസ് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ വരുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അവർ പുറത്തു നിന്നും ആരുടെയൊക്കെയോ ഹെൽപ്പ് തേടുകയാണ് നിങ്ങളുടെ പേഴ്സണെ ബ്രെയിൻ വാഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫ്ലൈയിങ് മങ്കീസിനെ അവർ ഏർപ്പാടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ പഴയതുപോലെ. അതായത് അവർ വിചാരിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പോൾ അവരെപ്പോഴും ചെയ്യുന്നത് പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ, നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് അവർക്കറിയാം ഈ ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആയി, അല്ലെങ്കിൽ അവരിനി പറയുന്നത് കേൾക്കില്ല എന്ന് അവർക്കറിയാം. എങ്കിലും അവർക്ക് അമിതമായിട്ടുള്ളൊരു പ്രതീക്ഷയാണ്. ഞാൻ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർ കേട്ടാലോ, അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ്. ഞാൻ മാനിപ്പുലേറ്റ് ചെയ്താൽ അവരെൻ്റെ വഴിക്ക് വരും എന്നുള്ളൊരു തോന്നലാണ്. അല്ല, ഇൻ കേസ് അവർ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നടക്കാത്ത വരുന്ന കേസിൽ അവർ പുറത്ത് ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ട്, അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് വേണ്ടിയിട്ട്. അവരാണ് ശരി, അവർ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ രീതിയിലുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഇനി തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ചിന്തയാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു സ്വഭാവം വളരെയധികം മടുത്തു, അല്ലെങ്കിൽ അവർ വളരെയധികം ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു എനർജിയാണ് ലഭിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ടോക്സിസിറ്റി അത് അവർക്കിപ്പോൾ പറ്റുന്നില്ല, അവർക്കിനി ടോളറേറ്റ് ചെയ്യാൻ വയ്യ, അവർക്ക് മടുത്തു. ആ ഒരു രീതിയിലൊക്കെയാണ് കാണുന്നത്. അതായത് ഡെയിലി ഉള്ള ഈ ഒരു മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ബ്രെയിൻ വാഷിങ്, അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം തന്നെ അവരുടെ ഫ്രീഡം തന്നെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. ജീവിതത്തിൽ യാതൊരുവിധ സന്തോഷവുമില്ല, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനം, പ്രത്യേകിച്ചും സ്വന്തം വീട്ടിലൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു സമാധാനം, അതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ അവരിപ്പോൾ ചിന്തിക്കുന്നത്, എനിക്കൊന്നുമില്ലെങ്കിലും സാരമില്ല, എനിക്ക് ഈ ഒരു ജീവിതത്തിൽ കുറച്ച് സമാധാനം മതി, എനിക്ക് കുറച്ച് സമാധാനത്തോടെ ജീവിച്ചാൽ മതി, എൻ്റെ പാർട്ട്ണറായിരുന്നു ശരി, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണം, ഇവിടെ ഇല്ലാത്ത സമാധാനം എനിക്ക് അവിടെ കിട്ടുമായിരുന്നു, അവിടെ എനിക്ക് നല്ലതായിരുന്നു, അല്ലെങ്കിൽ അവിടെ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, അവരുടെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പക്ഷെ തിരികെ എനിക്ക് വേദനകളോ അല്ലെങ്കിൽ തിരികെ എനിക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ആ ഒരു രീതിയിലൊക്കെയും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞു. കാരണം ഈ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ പല സമയത്തും നിങ്ങളെ സാക്രിഫൈസ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ഇവരുടെ കൂടെ, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് പോലും നിങ്ങളുടെ കൂടെ നിൽക്കാതെ അവരുടെ വാക്കുകൾ കേട്ട് നിന്ന സമയങ്ങളുണ്ടായിരുന്നു. ഒരു കണക്കിന് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തെന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു. ഇത് റൊമാൻറ്റിക് തേർഡ് പാർട്ടിയുമാകാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സുമാകാം, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞതുമാകാം. അതായത് അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാകാം, ബ്രേക്കപ്പ് ആക്കിയിട്ടുണ്ടാകാം, സെപ്പറേഷനിൽ പോലും പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാവണമെന്നില്ല. അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്തത് എന്ത് തന്നെ ആയാലും ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ വരുന്നുണ്ട്, അവരതൊക്കെ ആലോചിക്കുന്നുണ്ട്. അതായത് ഞാൻ എത്ര വലിയ തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, എന്തുമാത്രം ഇൻജസ്റ്റിസാണ് നിങ്ങളോട് കാണിച്ചത്, ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളുടെ പാർട്ട്ണറിനെ പുഷ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ എത്രയധികം തെറ്റാണ് നിങ്ങളുടെ വിശ്വസിച്ച, നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തിയോട് ചെയ്തത്, അവർക്ക് ജസ്റ്റിസ് നൽകാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ യൂണിവേഴ്സ് പുഷ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
അതായത് ആ ഒരു കർമ്മയെ ഫേസ് ചെയ്തേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കണം, സ്വന്തമായിട്ട് ആക്ഷൻ എടുത്തേ മതിയാവുകയുള്ളൂ. ഇതിനൊക്കെ ആയിട്ട് യൂണിവേഴ്സ് അവരെ പുഷ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിലുള്ള ചിന്തകൾ കടന്നു വരികയാണ്. അതായത് നിങ്ങളെ വിളിച്ചു നോക്കിയാലോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു മെസ്സേജ് അയച്ചാലോ, അല്ലെങ്കിൽ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളോട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടൊന്ന് സംസാരിച്ചാലോ, സത്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ചാലോ എന്നൊക്കെയുള്ളത്. അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത് എന്ത് തന്നെ ആയാലും അത് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ പുഷ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ യൂണിവേഴ്സ് യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് വ്യക്തമായി മനസ്സിലാകുന്ന ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കും. നിങ്ങളോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളോട് ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്താണോ സംഭവിച്ചത് ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരികയും അത് പരിഹരിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങളുടെ എനർജി ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാകും. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ കാരണമോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണമോ ഒക്കെ നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതോ ആയിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെയും വളരെ പെട്ടെന്ന് റിലീസായി പോകാൻ പോവുകയാണ്. ഈ ഒരു കാര്യം തന്നെയാണ് ഡിവൈനും കാത്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും മനസ്സിലാക്കും കാര്യങ്ങൾ. കാരണം യൂണിവേഴ്സ് പുഷ് ചെയ്യുന്നുണ്ട്, അവരിലേക്ക് ഓർമ്മകൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്, അവർ തെറ്റാണ് ചെയ്തത് എന്നുള്ള ചിന്തകൾ കൊടുക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്തിനായിട്ടാണ് ഡിവൈനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്തായിരിക്കും ആക്ഷൻ എടുക്കുന്നത്, ആ ഒരു സമയത്തായിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെ ഒരു കമ്മ്യൂണിക്കേഷനേ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെയായിരിക്കും ചിന്തിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും പറഞ്ഞതല്ലേ, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഊഹിച്ച് ചിന്തിക്കുന്നു അല്ലേ. അത് കൂടുതൽ ഈ ഒരു കേസിൽ കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയുള്ളൂ. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളോ ഒക്കെ ഉണ്ടാവും. നിങ്ങളോട് അസൂയുള്ള വ്യക്തികൾ, നിങ്ങളുടെ ബന്ധത്തിൽ അസൂയുള്ള വ്യക്തികൾ, നിങ്ങളുടെ ബന്ധത്തിൽ കണ്ണ് വെച്ച വ്യക്തികൾ, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വീട്ടിലുള്ള തന്നെ ആൾക്കാർ, ഇവരൊക്കെ ഇതിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇതിനെ മുതലെടുക്കാനായിട്ട് നോക്കും. നിങ്ങളുടെ ഇടയിലുണ്ടായ ഈ ഒരു തെറ്റിദ്ധാരണയെ മുതലെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കും. പാസ്റ്റിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതായത് അവർ തന്നെ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്ന് ഉണ്ടായ തെറ്റിദ്ധാരണകൾ, അതെല്ലാം അവർ മുതലെടുത്തു. അതിൽ നിന്നും പിന്നെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള കാരണങ്ങളും ഉണ്ടാക്കി. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയെ യൂണിവേഴ്സ് പുഷ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ സമാധാനം എവിടെയാണുള്ളത്, നിങ്ങൾക്ക് വളർച്ച എവിടെയാണുള്ളത്, അവിടേക്ക് നിങ്ങൾ പോകൂ, ഈ ഒരു തേർഡ് പാർട്ടിയെ വിടൂ എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തിയെ പുഷ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി കാരണം ഈ ഒരു വ്യക്തി വളരെയധികം നിരാശയിലാണ്, അല്ലെങ്കിൽ വളരെയധികം സാഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് നിങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിലുള്ള സ്നേഹവും കെയറും ഒക്കെ തരാനും ടൈമും എനർജിയും ഒക്കെ തരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റിലൊക്കെ ഏർപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കൊടുത്ത അതേ രീതിയിലുള്ള സ്നേഹമോ ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളായിരിക്കാം എല്ലാം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, നിങ്ങളായിരിക്കാം ഈ ഒരു ബന്ധത്തെ നിലനിർത്താനും പിടിച്ചു നിർത്താനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പാസ്റ്റിൽ ഈ ഒരു വ്യക്തി അതിൽ നിന്നെല്ലാം ഒളിച്ചോടാനും ഒക്കെ ആയിരിക്കും ശ്രമിച്ചിരുന്നത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെയും ഡിഫെൻസീവായും ഒക്കെ ആയിരിക്കും ഇരുന്നിരുന്നത്. എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല, ഇനി ബാലൻസിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോഴായിരിക്കും ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് വളരെയധികം ആവശ്യമുണ്ട്, ഒരാളെല്ലാം ചെയ്യുന്നു, എന്നാൽ മറ്റൊരാൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം അത് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോവുകയും ചെയ്യും. ചില ആൾക്കാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് ഞാൻ പറഞ്ഞത്,
നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് മൂവ് ഓൺ ആവുകയും ചെയ്യും. കാരണം ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ആ ഒരു കാർമിക് സൈക്കിള് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു റിയൂണിയൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പമില്ലാത്ത കേസിൽ ആ ഒരു അടുപ്പമൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെയും മാറി അവിടെ നിങ്ങളുടെ എനർജി ലൈറ്റ് ആവുന്നത് കാണാം. ഇനി വളരെ ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങളുടെ പാർട്ട്ണർ ആയിരുന്നുവെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ അവിടെ എൻഡായി പോവുകയും ചെയ്യും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഫോർമേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാനിഫെസ്റ്റ് ആവാൻ പോവുകയാണ്. ഡിവൈൻ്റെ അനുഗ്രഹം, നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം, നിങ്ങളുടെ പൂർവികന്മാരുടെ അനുഗ്രഹം എല്ലാം തന്നെ നിങ്ങളുടെ ഒപ്പമുണ്ട്. അവരോടെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, നിങ്ങളുടെ നന്ദി നിങ്ങൾ അറിയിക്കുക. കാരണം ഈ ഒരു ബ്ലെസ്സിങ്സ് ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് യൂണിയൻ ഒന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, ഇനി നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലായ്മ, ഇതെല്ലാം തന്നെ ഒരു 8, 9, 10 വർഷമായിട്ടും ഇങ്ങനെ തന്നെ തുടരുകയാണ്. നിങ്ങൾ എഫേർട്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ഒന്നും തന്നെ അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല. നിങ്ങളുണ്ടെന്ന് പോലും അവർക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തോട്ടെ എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. അവരിൽ നിന്നും യാതൊരു എഫേർട്ടും ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധങ്ങളെയും ഈ ഒരു എനർജിയും എല്ലാം തന്നെ റിലീസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അത് ഇനി എടുത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അതിനെല്ലാം തന്നെ റിലീസ് ചെയ്ത് കളയേണ്ട സമയമാണ്. ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു വ്യക്തി വളരെ സ്റ്റബേണായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു ഇതൊന്നും അവരെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കാതെ അതിനെല്ലാം തന്നെ റിലീസ് ചെയ്ത് കളയുക. പ്രത്യേകിച്ചും ഇത് 8 വർഷത്തിൽ കൂടുതലായ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം 8 വർഷം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ 8 വർഷത്തിൽ കൂടുതലെന്ന് പറഞ്ഞത് പെർട്ടിക്കുലർലി ആ ഒരു ഇയർ എനിക്കിവിടെ മനസ്സിലാകുന്നത് കൊണ്ടാണ്. അതിൽ കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ കാത്തിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. കാരണം അത് അവരെ ബാധിക്കുന്നില്ല യാതൊരു വിധത്തിലും. നിങ്ങൾ ജീവനോടെ ഉണ്ടോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്ര വെയിറ്റ് ചെയ്തിരുന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടോ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. അവർക്ക് യൂണിവേഴ്സ് പുഷ് ചെയ്യേണ്ട സമയത്ത് പുഷ് ചെയ്തു, പക്ഷെ അത് അവർ മനസ്സിലാക്കാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവരുടെ മുൻപിൽ പല കാര്യങ്ങളും തെളിഞ്ഞിട്ടും അവർ ആ ഒരു തേർഡ് പാർട്ടി എൻ്റർടൈൻ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഈഗോയിലും അവരുടെ പിടിവാശിയിലും നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അതുപോലെയുള്ള ആൾക്കാരുടെ എനർജിയിൽ നിൽക്കാതിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതിരിക്കുക. നിങ്ങളുടെ എനർജി ഡിവൈൻ എനർജിയാണ്. ഹയർ സെൽഫിൽ നിന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള സോളുകൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ സേഫായിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളിൽ വളർച്ച വരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള കണക്ഷൻസിനെ എല്ലാം തന്നെ റിലീസ് ചെയ്ത് കളയുക. അല്ല ഇനി 2, 3 ഒക്കെ വർഷമാണെങ്കിൽ ആ ഒരു സൈക്കിള് അവിടെ തേർഡ് പാർട്ടിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കാർമിക് സൈക്കിള് എൻഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നുവെങ്കിൽ അത് അവിടെ അവസാനിക്കുകയും ചെയ്യും. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.